ഇറാനും ഇസ്രയേൽ US സഖ്യവും തമ്മിലുള്ള സംഘർഷം 7-ാം ദിവസം പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിസന്ധികൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഇറാൻ തുർക്കി വ്യോമാതിർത്തിയിലേക്ക് തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകൾ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തിരിക്കുകയാണ്. ടെഹ്റാനിൽ നിന്നുള്ള മറ്റൊരു ഡ്രോൺ ആക്രമണം തടഞ്ഞതായി സൗദി അറേബ്യ ഇന്നലെ അറിയിച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും ഇപ്പോഴും പ്രതിസന്ധികൾ നേരിടുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ യുദ്ധം എണ്ണവിലയിൽ കുതിച്ചുചാട്ടത്തിന് കാരണമായിരിക്കുകയാണ്. ഇത് സാധാരണക്കാരെയായിരിക്കും ഗുരുതരമായി ബാധിക്കുന്നത്. ലോകത്തിലെ അസംസ്കൃത വസ്തുക്കളുടെയും പ്രകൃതിവാതകത്തിന്റെയും 1/5 വിതരണം കടന്നുപോകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ഇറാൻ ഇത് അടച്ചുപൂട്ടുന്നതോടെ എണ്ണവില കുതിച്ചുയരും. കൂടാതെ പശ്ചിമേഷ്യയിലുടനീളമുള്ള എണ്ണ ശുദ്ധീകരണശാലകളും ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. നേരത്തെ സൗദി അറേബ്യയിലെ എണ്ണ ശുദ്ധീകരണശാലയിൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് താൽക്കാലികമായി അടച്ചുപൂട്ടിയിരുന്നു. ഇതും എണ്ണവില കുതിച്ചുയരാൻ കാരണമായി. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ഏകദേശം 20% വർധനവുണ്ടായി. ഇത് ഇന്ത്യയിൽ ബാധിച്ചില്ലെങ്കിലും പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഗണ്യമായി ഉയരുമെന്ന ആശങ്കയുണ്ട്. കാരണം ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന 88% ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്നതാണ്. എന്നാൽ PTI റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് ഇന്ത്യയിലെ റീറ്റെയിൽ പെട്രോൾ ഡീസൽ വിലകൾ കൂടില്ലെന്നാണ്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിടുന്നത് തുടരുകയാണെങ്കിൽ ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി എണ്ണ എത്തിക്കുമെന്നും ഇന്ത്യ നേരത്തെ സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ ഇത് ഗതാഗത ദൈർഘ്യത്തിനും ഉയർന്ന ഗതാഗത ചെലവുകൾക്കും കാരണമാകും. അതോടൊപ്പം ഇൻഷുറൻസ് ചെലവുകളും വർദ്ധിക്കും. ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും പുറമെ ഭക്ഷ്യയോഗ്യമായ എണ്ണയ്ക്കും വില കൂടാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ഭക്ഷ്യ എണ്ണ വിതരണം ഇറക്കുമതിയെ ആശ്രയിച്ചിരിക്കുന്നു. പാം ഓയിൽ പ്രധാനമായും ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതേസമയം സോയാബീൻ ഓയിൽ അർജന്റീന, ബ്രസീൽ, US എന്നിവിടങ്ങളിൽ നിന്നും, സൂര്യകാന്തി എണ്ണ റഷ്യ, യുക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഈ കയറ്റിറക്കുമതികളിൽ ഭൂരിഭാഗവും ഹോർമുസ് കടലിടുക്ക്, സൂയസ് കനാൽ എന്നിവയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ നിർണായക സമുദ്രപാതയിൽ എവിടെയെങ്കിലും തടസ്സം നേരിട്ടാൽ വിതരണ തുടർച്ചയെ ബാധിക്കുകയും ലഭ്യതയിലും വിലയിലും പ്രത്യേകിച്ച് സൂര്യകാന്തി എണ്ണയുടെ ഹ്രസ്വകാല അസ്ഥിരതയ്ക്ക് കാരണമാവുകയും ചെയ്യും. മാത്രമല്ല ആഗോളതലത്തിൽ അസംസ്കൃത എണ്ണയുടെ വിലയിലുണ്ടായ വർധനവ് അന്താരാഷ്ട്ര തലത്തിലും ആഭ്യന്തര തലത്തിലും ചരക്ക്, ഇൻഷുറൻസ് ചെലവുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഭക്ഷ്യ എണ്ണകളുടെ വില വർദ്ധിപ്പിക്കുകയും ആഭ്യന്തര വിലകളിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. ഇതിനോടകം തന്നെ ഭക്ഷ്യ എണ്ണ വില വർദ്ധിച്ചിരിക്കുക. അതുപോലെ പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ വിലയെയും ബാധിക്കും. യുദ്ധം ഇനിയും ഒരാഴ്ചയിൽ കൂടുതൽ തുടർന്നാൽ ഈ വസ്തുക്കളുടെ വില കുതിച്ചുയരും. ഇന്ത്യ, മ്യാൻമർ, കാനഡ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് വർഷം തോറും 5 മുതൽ 6 ദശലക്ഷം ടൺ വരെ പയറുവർഗ്ഗങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിൽ തുവര, ഉഴുന്ന് തുടങ്ങിയവയും ഉൾപ്പെടുന്നു. ലോജിസ്റ്റിക് ചെലവുകളിലെ വർധനവും ഇറക്കുമതി ചെയ്യുന്നതിനെയും ബാധിക്കും. നട്സുകളുടെ വിലയും കൂടാൻ സാധ്യതയുണ്ട്. ഇറാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അത്തിപ്പഴം, ബദാം, പിസ്ത, ഉണക്കമുന്തിരി, കുങ്കുമപ്പൂവ് തുടങ്ങിയവ ഇറക്കുമതി ചെയ്യുന്നു. ഈ 2 രാജ്യങ്ങളിലും ഇപ്പോൾ സംഘർഷാവസ്ഥയാണ്. അതുപോലെ എണ്ണയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാസ്റ്റിക്കിനും വില ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വാസ്തവത്തിൽ അസംസ്കൃത എണ്ണയിൽ നിന്ന് നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് 2 ദിവസത്തിനുള്ളിൽ 12% വരെ വില ഉയർന്നിട്ടുണ്ട്. ഔഷധ നിർമ്മാണ മേഖലയും ബാധിക്കുമെന്നും അതുവഴി മരുന്നുകളുടെ വില കൂടുതൽ ഉയരുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എണ്ണ കമ്പനികളുടെ കണക്ക് പ്രകാരം കേരളത്തിൽ 1 കോടിയിലേറെ LPG ഉപഭോക്താക്കളുണ്ട്. ഇതിൽ 95 ലക്ഷത്തോളവും സജീവ ഉപഭോക്താക്കളാണ്. ക്രൂഡ് ഓയിലിന്റെ 85-90% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഇതിന്റെ ഏതാണ്ട് പകുതിയും വാങ്ങിയിരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ക്രൂഡ് ഓയിൽ ക്ഷാമം ഇന്ത്യയിലെ റിഫൈനറികളെ പിടികൂടി തുടങ്ങിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ് ഒരു റിഫൈനറി യൂണിറ്റ് അടച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. LNGയും വലിയ തോതിൽ ഇന്ത്യ പുറത്തുനിന്ന് വാങ്ങുന്നവയാണ്. ഇതിന്റെ 3/4 ഭാഗവും വരുന്നത് ഗൾഫിൽ നിന്നാണ്, പ്രത്യേകിച്ച് ഖത്തറിൽ നിന്ന്. ഖത്തർ ഉൽപാദനം നിർത്തിവെച്ചതോടെ LNG ലഭ്യത കുറയുമെന്ന സൂചനയുമുണ്ട്.